പരിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തായ സൂറത്തുൽ ബഖറയിലെ 276-ാമത്തെ ആയത്താണ്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ടും അവനോട് സ്വർഗത്തിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടും അവൻ്റെ നരകത്തിൽ നിന്ന് എപ്പോഴും മോചനം ആവശ്യപ്പെട്ടുകൊണ്ടും തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഓതിവെച്ച ആയത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നത് യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പലിശയെ തുടച്ചു നീക്കുന്നു. ദാനധർമ്മത്തെ അള്ളാഹു പരിപോഷിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുന്നു. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്ദികെട്ടവരായ ആൾക്കാരോടും അതുപോലെ കുറ്റവാളികളോടും ഇഷ്ടപ്പെടുന്നവരല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇവിടെ പറഞ്ഞത് ഒരായത്ത്, ചെറിയൊരു കഷ്ണം ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഒരു ഭാഗത്ത് സദക്കയും ഒരു ഭാഗത്ത് പലിശയും രണ്ടും ചേർത്ത് വന്ന ഒരായത്താണ്. അതോടൊപ്പം മനുഷ്യൻ്റെ ലുബ്ധതയും ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്താണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ദാനധർമ്മങ്ങൾക്ക് ഇസ്ലാമിൽ വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് നല്ലപോലെ അറിയാം. ധാരാളം ദാനധർമ്മങ്ങൾ നടത്തുമ്പോൾ അത് അള്ളാഹു വളരെ ഇഷ്ടപ്പെടുന്നതും ദാനധർമ്മങ്ങൾ നടത്തുമ്പോൾ അത് ഹലാലായ സമ്പത്താണോ എന്നുകൂടി നോക്കുന്നതും വളരെ നല്ലതാണ്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിയതു ഹബ്ബ വല്ലാഹു യുദാഇഫു ലിമൻ യശാ വല്ലാഹു വാസിഉൻ അലീം. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞതാണ്. അല്ലാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഒരാൾ ചെലവഴിക്കുകയാണെങ്കിൽ കമസലി ഹബ്ബത്തിന് ഒരു ധാന്യമണി പോലെയാണ്. അതെങ്ങനെയാണ്? അംബതത് സബ്അ സനാബിൽ, അത് വിതച്ചു കഴിഞ്ഞാൽ 7ഓളം കതിരുകളുണ്ടാവും. ഫീ കുല്ലി സുംബുലത്തിൻ മിയതു ഹബ്ബ, ഓരോ കതിരിലും 100 മണികൾ. വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അള്ളാഹു അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. വല്ലാഹു വാസിഉൻ അലീം. അപ്പോൾ അത് ദാനധർമ്മത്തെ പറയുമ്പോൾ തന്നെ പലിശയെ ഇടിച്ചു താഴ്ത്തുന്നു. അതോടൊപ്പം മനുഷ്യൻ പിശുക്കനാണെന്നുള്ള പറയുന്നു. എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സർവ്വ മനുഷ്യന്മാർ പിശുക്കന്മാരാണ് എന്നല്ല, മനുഷ്യന്മാരിൽ ഭൂരിപക്ഷവും പിശുക്കുള്ളവരാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണ് സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ 17-ാമത്തെ സൂറത്തിൽ വളരെ വ്യക്തമായി എന്താണ് മനുഷ്യൻ എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖുൽ ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മതി റബ്ബി ഇദൻ ലഅംസക്തും ഖശ്യതൽ ഇൻഫാഖ് വകാനൽ ഇൻസാനു ഖതൂറാ. ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ലൗ അൻതും തംലികൂന ഖസാഇന റഹ്മതി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ ഖസാനയുടെ താക്കോല് എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ ജനങ്ങളെ മനുഷ്യന്മാരെ ഏൽപ്പിച്ചാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ ഖജാനൻ്റെ താക്കോല് മനുഷ്യനെ ഏൽപ്പിച്ചാൽ ഇതെല്ലാം അംസക്തും ഖശ്യതൽ ഇൻഫാഖ്, അവൻ ചെലവഴിക്കാൻ ഭയപ്പെട്ടുകൊണ്ട് അവൻ പിടിച്ചു വെക്കുക തന്നെ ചെയ്യും, ചെലവാക്കൂല. എന്തുകൊണ്ടാണത്? വകാനൽ ഇൻസാനു ഖതൂറ, മനുഷ്യൻ പിശുക്കനാകുന്നു. എന്തുകൊണ്ടാണ് പിശുക്കിൻ്റെ കാരണം? സൂറത്തുൽ ആദിയാത്തിൽ അല്ലാഹു പറഞ്ഞെന്താ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. അവൻ്റെ റബ്ബിനോട് മനുഷ്യൻ നന്ദി കെട്ടവരാകുന്നു. എന്തുകൊണ്ടാണ് അതിന് കാരണം? ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, അവനക്ക് സമ്പത്ത് ഉണ്ടാകുമ്പോൾ അതിനോടുള്ള കാഠിന്യത എന്ന് പറഞ്ഞാൽ പണത്തിനോട് സമ്പത്തിനോടുള്ള ആർത്തി. അതുപോലെ തന്നെ പലിശ ഇടപാടുകൾ, മിക്ക ലുബ്ധന്മാരും എൻ്റെ കയ്യിലുള്ളത് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നവരാണ്. അത് കൊടുത്തിട്ട് കുറഞ്ഞു പോകുന്നതിന് അവൻ ഇഷ്ടപ്പെടാത്ത ആളുമാണ്. അതാണ് ലുബ്ധൻ എന്ന് പറയുന്നത്. ലുബ്ധത എന്ന് പറയുമ്പോൾ ഖുർആൻ ബുഖലും ഷുഹും പറഞ്ഞിട്ടുണ്ട്. ബുഖലും ലുബ്ധതയാണ്, ഷുഹ് ലുബ്ധതയാണ്. ബുഖലും ഷുഹും രണ്ടും ഒരേ വ്യാഖ്യാനമല്ല അതിനുള്ളത്. ബുഖല് എന്ന് പറഞ്ഞാൽ സ്വന്തം കയ്യിലുള്ളത് ചെലവാക്കാനുള്ള മടി, അത് ലുബ്ധതയാണ്. ഷുഹ് എന്ന് പറഞ്ഞാൽ സ്വന്തം കയ്യിലുള്ളത് ചെലവാക്കാൻ മടി എന്ന് മാത്രമല്ല, മറ്റുള്ളവൻ്റെ കയ്യിൽ നിന്ന് ചൂഷണ മനസ്ഥിതിയോടുകൂടി എങ്ങനെ അവയിൽ നിന്ന് പിടിച്ചെടുക്കാം എന്നുകൂടി ചിന്തിക്കുന്ന മനസ്സുണ്ടാകുമ്പോഴാണ് അത് ഷുഹാവുന്നത്.
അതാണ് തഹാബുൽ അല്ലാഹ് പറഞ്ഞത്, വമൻ യൂക ശുഹ നഫ്സി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരെങ്കിലും അവൻ്റെ സ്വന്തം നഫ്സിനെ ഷുഹിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവൻ വിജയിയാവുന്നു. പിന്നെ പലിശയുടെ കാര്യമാണ്. പലിശൻ്റെ കാര്യങ്ങളറിയോ? അള്ളാഹിൻ്റെ റസൂൽ കൊണ്ട് പഠിപ്പിച്ചെന്താണെന്നറിയോ? പലിശയുടെ ഇനങ്ങൾ 70ഓളം ശാഖകളാകുന്നു. 70ഓളം ശാഖകളാകും. അതിലേറ്റവും ലഘുവായ ശാഖ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്വന്തം മാതാവിനെ മകൻ കല്യാണം കഴിക്കുന്ന പോലെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം മാതാവിനെ ഒരു മകൻ വ്യഭിചരിക്കുന്നതിൻ്റെ ശിക്ഷയാണെന്ന് അർത്ഥം. അതായത് പലിശയിൽപ്പെട്ട ഏറ്റവും ചെറിയ ഇനത്തിൻ്റെ ശിക്ഷ ഗൗരവം പറയുന്നത്. പിന്നെ വലുതിൻ്റെ കാര്യം പറയാനുണ്ടോ? അപ്പം അതുകൊണ്ട് തന്നെ ധനങ്ങൾ സമ്പാദിക്കുന്നതിലും ചെലവഴിക്കുന്നതിലും നമ്മൾ മാനിക്കേണ്ട മര്യാദകൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സൂറത്തുൽ ഫജ്ർ അല്ലാഹ് പറഞ്ഞു, വതഅക്കുലൂന തുറാസ അക്ലൻ ലമ്മാ വലാ തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ കല്ലാ ബൽ ലാ തുക്രിമൂനൽ യതീം. അനാഥകളെ ആദരിക്കുകയില്ല. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കുകയില്ല. വതഅക്കുലൂന തുറാസ അക്ലൻ ലമ്മാ, കുടുംബ വഴിയായും അതുപോലെ പിന്നെ അനന്തരാവകാശമായി കിട്ടിയ സ്വത്ത് നന്നായി അവൻ ഭുജിക്കും. ഒരു പണിയെടുക്കാണ്ട് താവഴിയായിട്ട് പറമ്പിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാകും മുൻഗാമികളിൽ നിന്ന്. എന്തുകൊണ്ടാണത്? വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ, അത് ആർക്കും വിട്ടുകൊടുക്കൂല, സ്വന്തം തന്നെ അങ്ങ് ഭക്ഷിക്കും, ആർക്കും കൊടുക്കൂല. ഇതാണ് സമ്പത്തിനുള്ള ആർത്തി. അപ്പം ഇത് വരുമ്പോഴാണ് നമ്മൾ പലിശയിലേക്ക് തിരിയുന്നത്. പലിശയിലേക്ക് തിരിയുമ്പോൾ വലിയ വിഷയമാണ്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം റിയാദിലുണ്ടായൊരു സംഭവമാണ്. ഒരു തറാവീഹ് നമസ്കാരം, അവിടെ ഇമാമ് നന്നായി ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മൂന്നാമത്തെ സഫിലുള്ള വലഭാഗത്ത് ഒരു അറബിയുണ്ട്. അങ്ങനെ അദ്ദേഹം, ആ ഇമാം, പരിശുദ്ധ ഖുർആനിൽ നിന്നുള്ള സൂറത്തുൽ ബഖറയിലെ 278 ആയത്തിങ്ങനെ ഓതുകയാണ്. ഇതായത്തറിയോ? യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ ഫഇൻ ലം തഫ്അലൂ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി വഇൻ തുബ്തും ഫലക്കും റൂഊസു അംവാലിക്കും ലാ തദ്ലിമൂന വലാ തുദ്ലമൂൻ. ഈ ആയത്ത് വളരെ ഗൗരവമുള്ള ആയത്താണ്. ആ മൂന്നാമത്തെ സഫിൽ നിൽക്കുന്ന അറബിയായ ഒരു സൗദിയാണെന്ന് തോന്നുന്നത്, അല്ലാഹു ആലം. ഒരു തറാവീഹ് നിസ്കാരത്തിലാണ്. സൂറത്തുൽ ബഖറയിലെ 278 ആയത്ത് ആ ഇമാമ് ഏകദേശം 5 തവണ ആയത്ത് മറിച്ചും ആയത്ത് തന്നെ ഓതിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ആദ്യം ആയത്തിൻ്റെ അർത്ഥം പറയാം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വദറൂ മാ ബഖിയ മിനർ റിബാ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ എന്തെങ്കിലും പലിശയിൽ നിന്ന് അവശേഷിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം. ഫഇൻ ലം തഫ്അലൂ, ഇനി നിങ്ങളതിന് തയ്യാറില്ലെങ്കിൽ ഫഇൻ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി. ഈ ഭാഗമാണ് ആ അറബിയെ വല്ലാതെ മനസ്സിന് തട്ടിയത്. എന്താ പറഞ്ഞത്? ഫഇൻ ലം തഫ്അലൂ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി. ആരെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എങ്കിൽ അള്ളാഹും റസൂലും അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം ചിലപ്പോൾ ഒരു പലിശ ഇടപാടിലൊക്കെ ബന്ധപ്പെടുന്ന ആളാവാം. ഖുർആൻ്റെ ആയത്തെന്തായാലും അറബികൾക്ക് പറഞ്ഞു കൊടുക്കണ്ടല്ലോ. അർത്ഥം ശരിക്കും മനസ്സിലാകുന്നുണ്ട്, പറയുന്ന ആയത്തും നല്ലപോലെ മനസ്സിലാകുന്നുണ്ട്. ഇമാമാണെങ്കിൽ ഈ ആയത്തൊന്നും പോകുന്നുമില്ല. അവസാനം ആദ്യം തന്നെ അയാൾ ഒരു ആയത്ത് കേട്ടപ്പോൾ തന്നെ അയാൾ സഫൊന്ന് കരയാൻ തുടങ്ങി. രണ്ടാമതും മൂന്നാമത്തെ തവണ പറഞ്ഞപ്പോൾ അയാൾ നിസ്കാരത്തിൽ നിന്നാണോ എന്നുള്ള ശ്രദ്ധ പോലും വിട്ടുപോയി. അവസാനം പറഞ്ഞു യാ ഷേഖ് യാ ഷേഖ് യാ ഷേഖ് ഖലാസ്. വീണുപോയി, തലകറങ്ങി വീണുപോയി. മനസ്സിലായി നിങ്ങൾക്ക്? നമ്മളിപ്പോൾ കുറേ ബിഹാരിയെല്ലാം വന്നിട്ട് നിങ്ങൾ റമദാൻ ഇട്ട് കാച്ചു, ആർക്കും ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ആരും കാര്യം ചെയ്യില്ല. കാരണം ഖുർആൻ ലേണിങ്ങും KHLS KLS ഒക്കെ ഉണ്ട്. പക്ഷേ അതിനെന്തിനാ? പരീക്ഷയ്ക്ക് പാസ്സാകാൻ വേണ്ടി, മാർക്ക് കിട്ടണം, ആളുമ്പിൽ ആളാകണം. എൻ്റെ മോൻ 1ാമത്തെ മാർക്ക് എന്ന് പറയും. വേറെ കാര്യമൊന്നുമില്ല. പ്രവൃത്തിയിൽ കൊണ്ടിരുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ. അതായത് ആ വാക്ക് പറയുന്ന ഫഇൻ ലം തഫ്അലൂ ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി,
ആരെങ്കിലും പലിശയിൽ നിന്ന് മാറി നിൽക്കുന്നില്ലെങ്കിൽ അള്ളാഹും റസൂലും അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ തട്ടി തറച്ച് കയറി അങ്ങനെ കുഴഞ്ഞു വീണു. നമ്മളെത്ര പേര് ഖുർആൻ ഓത്ത് കേട്ടിട്ട് കരഞ്ഞിട്ട് കുഴഞ്ഞു വീണിട്ടുണ്ട്? ഇതുവരെ ആരുമില്ല. ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. 100-1 or 2 ഉണ്ടെങ്കിൽ ഭാഗ്യം. അത്രത്തോളം പലിശ ഇടപാടിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഓരോ ഭാഗങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ സൂറത്ത് ആലി ഇംറാൻ 130-ാമത്തെ ആയത്തിൽ ഇതേ വിഷയം മറ്റൊരു നിലക്ക് നമ്മൾ പറഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലുർ റിബാ അദ്ആഫൻ മുളാഅഫ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ വത്തഖുന്നാറല്ലതീ ഉഇദ്ദത് ലിൽ കാഫിരീൻ. മനുഷ്യന്മാരെ, ലാ തഅകുലുർ റിബാ അദ്ആഫൻ മുളാഅഫ, പലിശ ഇനത്തിലുള്ള ഇരട്ടിക്കിരട്ടിയായി നിങ്ങൾ വാങ്ങി ഭുജിക്കാൻ പാടില്ല. എൻ്റെ അവസാനം പറഞ്ഞാൽ അങ്ങനെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. എന്നിട്ട് പറഞ്ഞാൽ എന്താ? വത്തഖുന്നാറല്ലതീ ഉഇദ്ദത് ലിൽ കാഫിരീൻ, സത്യനിഷേധികളായ ആൾക്കാർക്ക് തയ്യാറാക്കിവപ്പെട്ട നരകത്തിനെ കുറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന്. അതുപോലെ തന്നെ സൂറത്തുൽ ബഖറ 275-ാമത്തെ ആയത്തിൽ ഇതേ പലിശയുമായി ബന്ധപ്പെട്ട ആയത്ത് الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ ആ നാട്ടിൽ പലിശയിൽ അധിഷ്ഠിതമായി ഏറ്റവും ഇരട്ടിക്കട്ടി പലിശ എന്ന പല സഹാബാക്കൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അന്ന് പലിശ നിരോധിച്ചിരുന്നില്ല. അതായത് എന്താ പറയുക? അല്ലദീന യഅകുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. ശൈത്താൻ്റെ സ്പർശനമേറ്റ് വീണവനെ പോലെയല്ലാതെ പലിശ ഭുജിക്കുന്നവൻ എഴുന്നേൽക്കുകയില്ല. ആ ആയത്ത് വന്നപ്പോൾ വലിയ ആയത്താണ്, കൂടുതൽ തോന്നുന്നില്ല. ആ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് ഇബ്നു അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹിൻ്റെ പിതൃവ്യനാണ്, അദ്ദേഹം സദസ്സിലുണ്ട്. അദ്ദേഹമാണ് ഇരട്ടിക്കിരട്ടി പലിശ വാങ്ങുന്ന ആളാണ്. നിങ്ങൾക്കറിയില്ല, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്. മക്കം ഫത്തയിൽ അള്ളാഹിൻ്റെ റസൂൽ ആദ്യമായി പറഞ്ഞെന്താ? എൻ്റെ പിതൃവ്യന് പലിശ ഇനത്തിൽ കൊടുക്കാനുള്ള എല്ലാ വശങ്ങളും ഞാൻ റദ്ദ് ചെയ്തിരിക്കുന്നു, നിരോധിച്ചിരിക്കുന്നു. പലിശ ഇനത്തിലുള്ള എല്ലാ ഇനങ്ങളെയും എൻ്റെ കാലിൻ്റെ അടിയിൽ ചവിട്ടി പതിച്ചിരിക്കുന്നു എന്നാണ്. ഈ ആയത്ത് വന്നപ്പോഴാണ് ആ പലിശ വാങ്ങുന്നവരൊക്കെ പലിശയിൽ നിന്ന് മാറി നിന്നത്. الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه من الشيطان من المس ذلك بأنه قالوا إنما البيع مثل الربا. ഇതിനെ എതിർക്കാൻ വേണ്ടി ശത്രുക്കൾ പറഞ്ഞെന്താ അറിയോ? അവിടെ കച്ചവടവും പലിശയും തമ്മിൽ പ്രശ്നം, കച്ചവടത്തിൽ ലാഭം കിട്ടുന്ന ഈ ലാഭം തന്നെ. അപ്പോൾ അള്ളാഹ് പറഞ്ഞത് ഖാല ഇന്നമൽ ബൈഉ വഹറമ റിബ, അള്ളാഹു സുബ്ഹാനഹു വ തആല കച്ചവടം അനുവദനീയമാക്കുകയും പലിശ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. അങ്ങനെ പറഞ്ഞ ആ ആയത്ത് വളരെ കണിശമായിട്ട് സഹാബാക്കൾ ഈ പലിശയത്തിൽ വിട്ടുനിൽക്കുന്നത് അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം പലിശയിനത്തിൽ കിട്ടാണ്ട് അതൊക്കെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൈകാര്യം ചെയ്യണം. കാരണം നമ്മൾ ഒരു പലിശയിനത്തിൽ ഒരു പൈസ കൊണ്ടിട്ട് പള്ളിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൂലി കിട്ടൂല. നമ്മൾ അറിയാതെയോ മറ്റോ വന്ന് പെട്ടുപോയാൽ കുഴപ്പമില്ല. അതുപോലെ സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ അന്യൻ്റെ പിടിച്ചു പറിച്ചാൽ അതിന് ധർമ്മം കൊടുത്താൽ കൂലി കിട്ടൂല. അതാണ് പരിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ സൂറത്ത് നിസായിലെ 29-ാമത്തെ ആയത്തിൽ അത് പറയുന്നത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ ഇല്ലാ അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും. ഈമാനുള്ള ആൾക്കാരെ, ലാ തഅകുലൂ അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, നിഷിദ്ധമായ രീതിയിലുള്ള ആഹാരം നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഇല്ല അൻ തകൂന തിജാറതൻ അൻ തറാദിൻ മിൻകും, നിങ്ങൾ രണ്ടുപേര് കച്ചവടമോ ബിസിനസ്സോ ചെയ്തിട്ട് പരസ്പരം തൃപ്തിപ്പെട്ട് കിട്ടുന്നതല്ലാതെ. അപ്പോൾ സദക്കാത്തുകൾ കൊടുക്കും, സദക്ക അള്ളാഹു വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ പലിശകൾക്കറിയോ, ഈ അടുത്ത കാലത്ത് കേരളത്തിൻ്റെ ലോട്ടറി അടിച്ച ആൾക്കാരെക്കുറിച്ചൊരു പരിശോധന നടത്തിയിരുന്നു. തുടക്കം മുതൽ ഒടുക്കം വരെ ഈ കേരള ലോട്ടറി അടിച്ച ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ പോയപ്പോൾ നിങ്ങൾ അറിഞ്ഞ കഥ അറിയോ? നിങ്ങൾ അള്ളാഹ് ഖുർആൻ പറഞ്ഞ എത്ര സത്യ?
ആ ലോട്ടറി അടിച്ച ഒരാൾ പോലും സമ്പന്നനായി ജീവിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ലോട്ടറി അടിക്കുന്നതിന് മുമ്പുള്ള എന്തൊരു ചെറിയ സമ്പാദ്യമാണ് അയാളെ കയ്യിലുണ്ടായിരുന്നത്, അതും കൂടി പോയിട്ടുണ്ട്. ദൂർത്തായിട്ട് എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഒരാൾ ദാനധർമ്മം ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഗുണം എന്താ? ഒരു പട്ടിണിക്കാരൻ്റെ പട്ടിണിയാണ് മാറുന്നത്. അവൻ്റെ മനസ്സിന് സന്തോഷമാണ് നൽകുന്നത്. അതാ അള്ളാഹു എൻ്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ ആവശ്യമുള്ളതും അത്യാവശ്യത്തിന് ചെലവഴിക്കാനത് കഴിച്ച് ബാക്കിയിട്ടും കെട്ടിപ്പൂട്ടി വെക്കണ്ട, കൊടുത്തേന്നാ. എന്നാലും ഒരു പേടി, കൊടുത്താൽ ഞാൻ എന്താവും? അതാണ് സൂറത്ത് ഇസ്രായേൽ അള്ളാഹ് പറഞ്ഞത്, ലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക്. നിങ്ങൾ പണം നിങ്ങൾ പെരടിയിലേക്ക് കെട്ടിവെച്ച് നിൽക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ പണം ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പെരടിയിൽ കൂട്ടിപ്പൊട്ടിക്കാൻ പാടില്ല. ലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക് വലാ തുബ്സുത്ഹ കുല്ലൽ ബസ്ത്. കയ്യിലുള്ളത് മുഴുവൻ കൊടുത്തു തീർക്കാനും പാടില്ല. ഫതഖഉദ മലൂമൻ മഹ്സൂറ. നിങ്ങളെ കുറ്റപ്പെടുത്തും. ഉദാഹരണത്തിന് കുടുംബജീവൻ നയിക്കുന്ന ഒരാളാണ്. ഒരാൾ വിഷമം വന്ന് പറഞ്ഞപ്പോൾ കൈയുള്ളതും കൊടുത്ത് പുറത്തുനിന്ന് കടം വാങ്ങിയിട്ട് കൊടുത്ത്. അപ്പം ഭാര്യ പറഞ്ഞ് എൻ്റെയും മക്കളെയും പട്ടിണിയാക്കിയിട്ട് നിങ്ങൾ നാട്ടുകാർക്ക് കൊടുത്ത് ഞാൻ തയ്യാ കൊടുക്കാനുള്ളവർ വന്ന് ചോദിക്കും, എൻ്റെ പൈസ എടുത്തോടാ. ഇല്ലടാ, ഞാൻ ഇന്നൊരു കൊടുത്തു തന്നെ ആടെ കേൾക്കേണ്ടി വരും, കുറ്റപ്പെടുത്തപ്പെടും. അങ്ങനെ കൊടുക്കാൻ പാടില്ല. സമ്പത്ത് നമ്മൾ കൊടുക്കണം. ഉള്ള തേച്ച് മാരി കൊടുക്കാനോ ഉള്ള തേച്ച് കെട്ടിപ്പൂട്ടി വെക്കാനോ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതാണ് സൂറത്ത് ഇബാദുർ റഹ്മാനിൽ മുഅ്മിനുകളുടെ ഇബാദുർ റഹ്മാൻ, അള്ളാഹിൻ്റെ ദാസന്മാർ എന്ന് പറയുന്ന ആ കുറച്ച് അടയാളങ്ങൾ, അവരുടെ നല്ല അടയാളങ്ങൾ പറഞ്ഞപ്പോൾ അവർ ഗുണം എന്താ പറഞ്ഞത്? ഖുർആൻ, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ആ ഇബാദുർ റഹ്മാൻ ആരാണെന്നല്ലേ? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അള്ളാഹിൻ്റെ ദാസന്മാരെക്കുറിച്ച് കുറേ ഗുണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം, അവരുടെ സ്വഭാവം എന്താ? വല്ലദീന ഇദാ അൻഫഖൂ, അവർ ചെലവഴിച്ചാൽ, ലം യുസ്രിഫൂ, ദൂർത്തടിക്കുകയില്ല, വലം യഖ്തുറൂ, പിശുക്ക് കാണിക്കുകയുമില്ല, വകാന ബൈന ദാലിക ഖവാമാ, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു മിതമായ സമീപനമാണ് അവർ സ്വീകരിക്കുക. അങ്ങനെയാണ് വേണ്ടത്. അത് തന്നെ കൊടുക്കുന്ന സമ്പത്ത് നിങ്ങളറിയോ, അറിഞ്ഞുകൊണ്ട് ഒരു പലിശ ഇനത്തിൽ ഒരു പൈസ ഞാൻ കഴിക്കുന്നില്ല എന്ന് ഓരോരുത്തരും ഉറപ്പ് വരുത്തുന്ന സുഹൃത്തുക്കളെ, ഞാൻ ചെയ്യുന്ന പണിയൊക്കെ വെറുതെയാവും. വളരെ ശ്രദ്ധിക്കണം. ഹലാലായ ഒരു ഉറുപ്പയല്ലാതെ നിങ്ങളറിയോ, റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർ അവരുടെ സഹാബാക്കൾ വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ പറഞ്ഞ വാക്കെന്താ? സഹാബാക്കളെ കയ്യിൽ, അതായത് സഹാബാക്കൾ എൻ്റെ ഭർത്താവിന് ഇന്ന് ജോലി ഇത് വരുമ്പോൾ ഇത്രയേ ഉണ്ടാവുക, പക്ഷെ കീശയിൽ കണക്കിൽപ്പെടാത്ത എന്തെങ്കിലും കൂടുതൽ കണ്ടാൽ ഭാര്യമാർക്ക് പേടിയാണ്. നമ്മുടെ ഭാര്യമാർ അങ്ങനെയാണോ? കീഞ്ഞു പോകുമ്പം പറയും, ഞാൻ കുറേ നാളായി നിങ്ങളോട് പറയുന്നു, പല തവണ പറഞ്ഞതാ, ഇന്നതില്ലാണ്ട് ഇങ്ങോട്ട് കയറി വരണ്ട. സഹാബാക്കളെ ഭാര്യമാർ പറഞ്ഞെന്താ? നിങ്ങളെന്ത് തന്നെ വന്നാലും ഒരു ഹറാമായ ഒരു സമ്പാദിച്ചിട്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല. നഹ്നു നസ്ബിറു മിനൽ ജൂ, നമ്മൾ എത്രയും വിശപ്പ് സഹിക്കാൻ തയ്യാറാണ്. നാ നസ്ബിറു അലന്നാർ, നരകത്തിൽ നമ്മൾ രക്ഷ ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഭാര്യമാരാണ് അവർ. അപ്പോൾ നമ്മളെ ഭാര്യമാർ എത്രമാത്രമായിട്ട് ശ്രദ്ധ ഉണ്ടാവും? എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് കയ്യിലില്ലാത്ത പൈസക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഭർത്താവിനെ പീഡിപ്പിക്കുന്ന എത്ര ഭാര്യമാരുണ്ട്? എൻ്റെ ഭർത്താവിന് ഇങ്ങനെയാണ് വരുമാന മാർഗം, അതിന് കണക്കായി എനിക്ക് തരുന്നുണ്ട്, ഞാൻ ആവശ്യമില്ലാത്തതും പറഞ്ഞ് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന ഭാര്യമാർ എത്ര പേരുണ്ട്? നിങ്ങൾ കാണുന്നില്ലേ, തൊട്ടപ്പുറത്തെ വീട്ടിൽ മിഞ്ഞാന്ന് 6 മാസം മുമ്പ് ഗൾഫിൽ പോയത്, ഒരു 2 ടെറസുള്ള വീടാക്കി നിങ്ങൾ 20 കൊല്ലായി, അങ്ങനെ പറയുന്ന ഭാര്യമാർ എത്രയുണ്ട്? അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഭാര്യമാർക്ക് പെണ്ണുങ്ങളെല്ലാം കുറ്റപ്പെടുത്താതെന്നുള്ള ഉദ്ദേശത്തിലല്ല ഞാൻ പറഞ്ഞു, അത്രത്തോളം സൂക്ഷിക്കേണ്ട കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പലിശയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉള്ള സമ്പത്തിലുള്ള പിശുക്ക് കാണിക്കലും എല്ലാം നമ്മൾ അവസാനിപ്പിച്ചേ പറ്റൂ. അതാണ് സൂറത്ത് ഹജ്ജ് 31-ാമത്തെ ആയത്തിൽ പറഞ്ഞത്, യാ ബനി ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ. നിങ്ങൾ തിന്നോ കുടിച്ചോ, ദൂർത്തടിക്കാനും പാടില്ല. എന്താ സൂറത്തിൽ സായി പറയും, ദൂർത്തടിക്കാൻ പാടില്ല. ലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ ഇന്ന ശൈത്താന ലിറബ്ബിഹി കഫൂറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൂർത്തടിക്കാൻ പാടില്ല. ദൂർത്ത് ശൈത്താന്റെ സ്വഭാവമാണ്. ശൈത്താനാണെങ്കിലോ അള്ളാഹിനോട് നന്ദി കേട് കാണിച്ചവനുമാണ്. ഈ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല.
വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ ഓരോ ജീവിതവും, നമ്മൾ മുന്നോട്ട് പോകുന്ന പോക്കുകളും, നമ്മളിവിടെ വന്നിരിക്കുന്നതും ഇബാദത്തെടുക്കുന്നതും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളാണ് പലിശ എന്ന് പറയുന്നത്. വളരെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പലിശ ഇനത്തിലുള്ള എല്ലാ തമ്മാടിത്തങ്ങളിൽ നിന്നും, അതുപോലെ ഹലാലായി സമ്പാദിച്ച പണം നേരായ വഴിയിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പിശുക്ക് കാണിക്കാതെ നിൽക്കുവാനും അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകുമാറാവട്ടെ. എല്ലാ തെറ്റായ പ്രവൃത്തിയിൽ മാറി നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സാദിഖീൻ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. ഞാനിപ്പോൾ പറയുന്നത്, ഇവിടെ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത്, അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഏതാണ്ട് ഒരു പ്രഭാഷണം നടന്നു എന്നും മറുപക്ഷത്തുള്ള പണ്ഡിതൻ നമ്മുടെ പണ്ഡിതന്മാരെ പച്ചക്ക് തെറി പറഞ്ഞു എന്നൊക്കെ ഇവിടെ മഹമൂദൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു. അതിനെ സംബന്ധിച്ച് കുറച്ച് 2-3 കാര്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, തൗഹീദി പ്രസ്ഥാനം, ഏകനായ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരു പ്രസ്ഥാനമുണ്ടോ അവരെയൊന്നും മുന്നോട്ട് വരാൻ ഒരു പണ്ഡിതനും, അല്ലെങ്കിൽ ഈ പണ്ഡിതൻ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ വിഭാഗങ്ങളുണ്ടല്ലോ, അവരൊന്നും അനുവദിക്കുകയില്ല. എന്താണ് കാരണം? അവർ ഈ ദീന് കൊണ്ട് ജീവിച്ച് വരുന്നവരാണ്. ദീന് വിറ്റ് കാശാക്കി ജീവിക്കുന്ന ഒരു ടീമാണത്. അപ്പോൾ അതിന് മണ്ണിടുന്ന ആരെയും അവർ വെച്ച് പൊറിപ്പിക്കുകയില്ല. കല്ലാറാൻ കല്ലാറ്, അടിയാങ്കടി, ഇടിയാങ്കടി, തൊഴിയാങ്ക് തൊഴി, അക്രമം ഇതൊക്കെ അവർ ചെയ്യും. ഇത് നമ്മൾക്കൊന്നും അറിഞ്ഞിട്ടില്ല. ഒരു ചെറിയൊരു സംഭവം നിങ്ങളുടെ മുമ്പിൽ പറയാം. കുറച്ച് 10, 50, 60 വർഷം ബാക്കോട്ടെടുക്ക്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് കൂട്ടായി അബ്ദുള്ള ഹാജി, നിങ്ങൾക്കൊരു അനുഭവത്തിന് പറഞ്ഞു തരുന്ന കൂട്ടായി അബ്ദുള്ള ഹാജി എന്ന് പറഞ്ഞ മലപ്പുറത്തുള്ള ഒരു കായികാഭ്യാസി. അയാൾ ഈ തൗഹീദ് എല്ലാ സ്ഥലത്തും പോയി പറയും. കത്തിയെടുത്തിട്ട് അയാൾ ഈ ഒരു ചെറിയ ഭരണിയിൽ ലേഹ്യം കുത്തിത്തുന്നുന്ന ഒരു കത്തിയും അതും മേശപ്പുറത്ത് വെച്ച് കുത്തിയിട്ട് അയാൾ പ്രസംഗിക്കുക. അന്ന് കഷായത്തിന് കൂട്ടാൻ പോലും ഒരു മുജാഹിദ് നാട്ടിലില്ല. അങ്ങനെ മലപ്പുറം ടൗണിൽ പ്രസംഗം നടക്കുന്ന ഏകനായ റബ്ബിൻ്റെ കാര്യങ്ങൾ, തങ്ങന്മാരുടെ നാടാണ്. ആ നാട്ടിൽ അവർ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ തങ്ങന്മാരുടെ വേക്കലെ ഒന്ന് പോയിട്ട് ഒരു കാര്യമില്ല, ഏകനായ റബ്ബിനെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾ അപകടത്തിൽപ്പെടും എന്നും പറഞ്ഞ് സൂറത്ത് തഹരീമിന് അവസാനത്തെ ആയത്തങ്ങ് ഓതിക്കൊടുത്തു. എന്തായത്തറിയോ? ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത് കാനതാ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹൈനി ഫഖാനതാഹുമാ ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദഖുലൻ നാറ മഅദ് ദാഖിലീൻ. ഈ ആയത്തങ്ങ് ഓതിയിട്ട് അർത്ഥം പറഞ്ഞു. അള്ളാഹു ഉദാഹരണം പറയുകയാണ്. ളറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്. ലൂത്ത് നബിൻ്റെയും അതുപോലെ തന്നെ നൂഹ് നബിൻ്റെയും ഭാര്യമാർ നരകത്തിലാണ്. അന്ന് അവരുടെ കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തങ്ങളാണ് നൂഹ് നബി. നൂഹ് നബി കടത്തിപ്പെട്ടുന്ന തങ്ങളെ നാട്ടിൽ പറയുണ്ടോ? ലൂത്ത് നബി ആ കാലത്ത് ജീവിച്ച ആ നാട്ടിലെ ഏറ്റവും വലിയ തങ്ങളാണ്, തങ്ങളുടെ കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ നരകത്തിലാണ്, നൂഹ് നബിൻ്റെ ഭാര്യ നരകത്തിലാണെന്ന് പറഞ്ഞപ്പോൾ കൂടി നിന്ന ആൾ ആകെ പിടുത്തം വിട്ട്, നബിമാരെ ഭാര്യമാരെ നരകത്തിലാക്കാനോ ഇവ വന്ന് പ്രസംഗിക്കുന്നവരെല്ലാവരും പിടിച്ച് കെട്ടി. അഭ്യാസി എത്രയാണെങ്കിലും കുറേ ജനങ്ങൾ പോലും പിടിച്ചിരിക്കാൻ കഴിയില്ലല്ലോ. പിടിച്ച് കെട്ടി കയറെല്ലാം പെരിഞ്ഞാട് കെട്ടി. എന്നിട്ട് പറഞ്ഞു, കിടന്നിടത്തുനിന്ന് കൂട്ടായി അബ്ദുല്ലാജി പറഞ്ഞൊരു വാക്ക്, പിന്നെ നിങ്ങൾ ഈ പള്ളിയിലെ ഉസ്താദിൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുപോകണം, അതിന് മുമ്പ് നിങ്ങളൊന്നും എന്നെ ആക്രമിക്കാൻ പാടില്ല, ഞാനീ പറഞ്ഞത് ശരിയാണോ നിങ്ങൾ ഉറപ്പ് വരുത്തണം, പള്ളിയിലെ ഉസ്താദിൻ്റെ അവിടെ കൊണ്ടുപോയി ചോദിക്കണം. അങ്ങനെ ഇയാളെയും കൊടുത്ത് മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോൾ പള്ളി കൊണ്ടുപോയി മെഹ്റാബിൻ്റെ അടുത്ത് വെച്ചിട്ട് ഉസ്താദിനെ വിളിച്ച്, എന്താ പ്രശ്നം? അന്നേരം പറഞ്ഞ് ഇയാൾ ഇങ്ങനെയൊക്കെ പറയും, നൂഹ് നബിൻ്റെ ഭാര്യ നരകത്തിലാണ്, ലൂത്ത് നബിൻ്റെ ഭാര്യ നരകത്തിലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇയാൾ പിന്നെ ടൗണിൽ വമ്പിച്ച പ്രശ്നം. അപ്പം പറഞ്ഞ് അത് ഉള്ളതാണ് പറഞ്ഞത്, സൂറത്ത് തഹരീമിനായത്താണ്. അപ്പം പറഞ്ഞ് നിങ്ങളെന്താ ഉസ്താദ് ഇത്രയും കാലം നമ്മളോട് പറയാഞ്ഞത്? അപ്പം പറഞ്ഞാളെ സ്ഥിതി ഞാൻ കണ്ടില്ലേ, അതുകൊണ്ട് ഞാൻ പറയാത്തത്. പറഞ്ഞാളെ സ്ഥിതി ഇതാണല്ലോ, അതുകൊണ്ട് ഞാൻ മിണ്ടാത്തത്. അപ്പോൾ അതുകൊണ്ട് സുഹൃത്തുക്കളെ, കല്ലേറ് വരും,
പിന്നെ കത്തി കൊണ്ട് ഏറി വരും, അതുപോലെ കുപ്പിച്ചില്ല് ഏറി വരും, കത്തി കുത്തിയെടുത്തിട്ട് കൊന്നു കളിയും ഒക്കെ ചെയ്യും. നമ്മൾ ആടിപ്പോണ്ടതില്ല. കാരണം ഇത് ദീന് വിറ്റ് ജീവിക്കുന്ന ഒരു ടീമാണ്. ഇപ്പോൾ എൻ്റെ നാട്ടിലൊരു അനുഭവം പറയാം. കഴിഞ്ഞ കുറച്ച് 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഒരു പണക്കാരൻ മരിച്ചുപോയി. അപ്പോൾ ഈ പറഞ്ഞ വിഭാഗത്തിൻ്റെ പണ്ഡിതന്മാർ പരക്കെ ഫോൺ ചെയ്തു. വലിയ സമ്പന്നനാണ്. ആ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 300 ആണെങ്കിൽ 300 പേരും വന്ന് യാസീൻ ഓതട്ടെ. കൊടുത്തത് എല്ലാവർക്കും 1000 വെച്ചാ കൊടുത്ത്. പാവപ്പെട്ടവൻ്റെ വീട്ടിലാരും വരില്ല. ഓരോ വിദ്യാർത്ഥികൾക്കും 1000 വെച്ച് കൊടുത്തപ്പോൾ 40,000 രൂപ അടുത്ത് പോയില്ലേ. അപ്പോൾ സമ്പത്ത് ദീനിൻ്റെ പേരിൽ സമ്പത്തുണ്ടാക്കി ഓരോ കാരണം ഉണ്ടാക്കി ആ പൈസ കീശിയിലിട്ടിട്ട് ഭുജിക്കുന്നവരാണ് ഇവർ. അവർ നാവിൽ നിന്ന് വരുന്നതൊന്നും സന്തോഷകരമായൊന്നും വരില്ല. ആരും പ്രതീക്ഷിക്കും വേണ്ട. പക്ഷേ നമുക്കിപ്പോൾ അൽഹംദുലില്ലാഹ് സുഖമാണ്. മുൻഗാമികൾ സഹിച്ചതിൻ്റെ ഒരു 1000-ൽ പരംശം പോലും നമ്മൾ സഹിക്കുന്നില്ല. അതുകൊണ്ട് സഹിച്ചേ പറ്റൂ. ഇത് മാത്രമല്ല, ഇതിനപ്പുറവും ഉണ്ട് പലതും നമുക്ക് പറയാനുണ്ട്. മെമ്മറിയിലെ സമയം അതിനെ അനുവദിക്കുന്നില്ല. അത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ വിഭാഗത്തിൽ നമ്മൾ ഖുർആനും ഹദീസും കൃത്യമായി പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് വിറ്റ് ജീവിക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയില്ല. നമ്മളെങ്ങനെ ഇവിടെ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും യാസീൻ ഓതിക്കുമോ? എന്തെങ്കിലും നിരക്കുള്ള ഭക്ഷണം ഉണ്ടാവുമോ? ഒരു മരിച്ചെടുത്തത് എന്തെല്ലാം വരുമാനങ്ങളാ. തിങ്കളാഴ്ച രാവ് യാസീൻ, വ്യാഴ്ച രാവ് യാസീൻ, 3-ൻ്റെ കണ്ണോക്ക്, 40-ൻ്റെ 40 വാരക്കല്. ഇതെല്ലാം വരുമാനമല്ലേ? ഇതെല്ലാം ഇപ്പോൾ ഓരോരുത്തരെ തെറ്റാതെ പാടില്ലാന്ന് പറഞ്ഞ് ഇല്ലാണ്ടായ നമ്മളെങ്ങനെ പോലെ ജീവിക്കുക? ഉസ്താദിനോട് ചോദിച്ചില്ലേ, ഒരു ഉസ്താദിനോട്, പള്ളിയിലെ ഉസ്താദിനോട്, എന്താ നിങ്ങളെ ശമ്പളം? 5000. എന്നാൽ 25,000 ഒക്കും. എങ്ങനെ ഒക്കുന്നത്? ഇതന്നെ. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മൾ തളരാൻ പാടില്ല. ഇത്തരം കുബുദ്ധികളായ പണ്ഡിതന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ വർഗം നമ്മൾ വരാൻ ഒരിക്കലും അനുവദിക്കൂല. അതിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. ഇനി അവർ ഉപയോഗിച്ച അതേ ഭാഷ നമ്മൾ തിരിച്ചുപയോഗിക്കേണ്ടതുമില്ല. ഖുർആൻ പറഞ്ഞ പോലെ വലാ തസ്തവിൽ ഹസന ഇദ്ഫഅ ബില്ലത്തി ഹസൻ. ആരെങ്കിലും ഒരു തോന്നിയവാസം നമ്മളോട് ഇങ്ങോട്ട് കാണിച്ച് അതേ രീതിയിൽ മറുപടി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ രീതി, ഇസ്ലാമിൻ്റെ രീതിയല്ല. നമ്മുടെ യഥാർത്ഥ ഖുർആനും സുന്നത്തും അവരുടെ മുമ്പിൽ വരച്ച് കാണിക്കുക. ഇത് മാത്രമേ നമ്മളെ പണിയുള്ളൂ. ബാക്കി അള്ളാഹുവിൻ്റെ ഭാഗത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ദായികളായ ആൾക്കാർക്ക് അവർക്ക് വരുന്ന അക്രമങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ശാന്തി നൽകുമാറാവട്ടെ. അവർക്കെതിരായി വരുന്ന സർവ്വ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. ഇത്തരം ദീനീ ദഅവത്ത് നടത്താൻ വേണ്ടിയുള്ള മനോധൈര്യം നമ്മളെപ്പോഴും സംഭരിക്കുക. വീട്ടിലും നാട്ടിലും പരിസരത്തും ഒക്കെ ശത്രുക്കളാണ് എല്ലാ നിലക്കും. എനിക്ക് അന്യമതസ്ഥരായ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് മനസ്സിലാകാൻ കുറച്ച് പണിയാണ്. പല പ്രശ്നങ്ങളുണ്ട്. ഞാനൊക്കെ ജീവിതത്തിൽ കുറേ അനുഭവിച്ചിട്ടുണ്ട്, വളരെ അനുഭവിച്ചു. ഒരു പ്രാവശ്യം ഞാൻ ഇപ്പോൾ 1993 ഓർമ്മയില്ല, ഹുസൈൻ ഫൈസി പന്നിപ്പാറ സിറ്റിയിലുള്ള ഒരു പ്രഭാഷണം നടന്നപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ. അന്ന് മുജാഹിദെല്ലാം ഒറ്റക്കെട്ട, രണ്ടില്ല. ഹുസൈൻ ഫൈസി പന്നിപ്പാറ അതിൻ്റെ മുമ്പത്തെ കൊല്ലം സിറ്റിയിലെ പള്ളിയിൽ ഒന്ന് പ്രസംഗിച്ചതാ. ശരിക്കും അവരെ മൗലൂദ് റാത്തീബിനെ കുറിച്ച് നന്നാക്കി പറഞ്ഞാൽ അയാൾ ഗ്രൂപ്പ് മാറി വന്ന ഉടനെ സിറ്റിയിൽ വന്നു. അങ്ങനെ ഇരട്ടക്കപ്പള്ളി, അതിൻ്റെ മുമ്പിലാ പരിപാടി. അങ്ങനെ 10 മിനിറ്റ് കഴിയുമ്പം വലിയ കല്ലുകളാണ് വരുന്നത്, വലിയ കല്ലുകൾ. അയാൾ പറഞ്ഞു കല്ലല്ല ബോംബെറിഞ്ഞാലും ഈ പറയുന്ന സത്യം ഞാനിവിടുന്ന് പൂർത്തിയാക്കാതെ പോകില്ല. അപ്പോഴേക്ക് പോലീസ് വന്നു. അദ്ദേഹത്തെ ഞാനാണ് എൻ്റെ ബൈക്കിൽ കൊണ്ട് എൻ്റെ വീട്ടിൽ താമസിപ്പിച്ചത്. അന്ന് രാത്രി വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ കഴിക്കാനുണ്ടോ? അപ്പോൾ എൻ്റെ കൂടെ വന്ന ഒരു സുഹൃത്ത് പറഞ്ഞ് അയാളെടുത്ത് രക്ഷപ്പെടുത്തണം, ആക്രമിക്കുമെന്ന് പറഞ്ഞാൽ ബൈക്കിലാണ് ഞാൻ കൂട്ടിയിട്ട് പോയത്. 92 എൻ്റെ ഓർമ്മ, അല്ല 98 ഓർമ്മയില്ല, വർഷം ശരിക്കും ഓർമ്മിക്കുന്നില്ലേ. അപ്പോൾ ആ ഒരു അവസ്ഥ. എന്നിട്ട് അയാൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അയാൾക്ക് ശ്വാസം വീണത്. അപ്പോൾ ഇതൊക്കെ സഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കാര്യമായി പ്രശ്നമൊന്നുമില്ല, കുറച്ച് തെറികളേ ഉള്ളൂ, സാരമില്ല. അതാണല്ലോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖുർആൻ പാരായണ സ്ഥലത്ത് ശത്രുക്കൾ പറഞ്ഞ എന്താ? വഖാലല്ലദീന കഫറൂ ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ വൽഗൗ ഫീഹി ലഅല്ലകും തഗ്ലിബൂൻ. നിങ്ങൾ ഈ ഖുർആൻ്റെ ശരിയായ മാസ്മരിക ശക്തിയിലേക്ക് ലയിച്ചു പോകാൻ പാടില്ല. വീണ് കഴിഞ്ഞാൽ നിങ്ങൾ അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. അത്ര മാസ്മരിക ശക്തിയുള്ള ഖുർആൻ. അങ്ങനെ കാര്യം സത്യം പറയുന്നിടത്ത് നിങ്ങൾ കേൾക്കാൻ പാടില്ല. അത് തന്നെ അവരും പറയും നിങ്ങൾ കേൾക്കാൻ പാടില്ല, നിങ്ങൾ അങ്ങോട്ട് പോകാനും പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മാനസികമായി ടെൻഷൻ അടിക്കുന്ന ആകാൻ പാടില്ല. മനസ്സമാധാനത്തോടെ നന്നായി പ്രവർത്തിക്കുക. അള്ളാഹുവിൻ്റെ സഹായം എപ്പോഴും ഉണ്ടാവും. ചെയ്യുന്ന പ്രവൃത്തി ഇഖ്ലാസോടുകൂടി ആവുക. അള്ളാഹുവിനോട് ദുആ ചെയ്യുക. തിന്മയും തോന്നിയവാസവും പറഞ്ഞ പണ്ഡിതന് തിന്മയും തോന്നിയവാസവും തിരിച്ചു പറയാതെ ഇരിക്കുക. മാന്യമായ രീതിയിൽ മറുപടി കൊടുക്കുക, പിരിയുക. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദീനീ ദായികൾക്കും കൃത്യമായ ആരോഗ്യവും ആഫിയത്തും ശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് പ്രയാസങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ഉള്ളവർക്ക് എല്ലാ പരിശ്രമങ്ങളും ദുരിതങ്ങളും മാറ്റി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ അസുഖം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ആൾക്കാർ എല്ലാ രോഗങ്ങളും അസുഖങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. അതുപോലെ നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മരിച്ച മനുഷ്യന്മാർ പല ആൾക്കാരും പല വീടുകളും പലരും മരിച്ചു പോയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر المسلمين والمؤمنين في كل مكان. اللهم انصر المسلمين في غزة، اللهم انصر المسلمين في فلسطين، اللهم انصر المسلمين في بلادنا ولبنان يا رب العالمين. اللهم وحد صفوفهم واجمع كلمتهم بالحق يا رب العالمين. اللهم دمر أعداءك وأعداء الدين، اللهم دمر أعداءك وأعداء الدين. اللهم ارفع عنا البلاء والوباء. اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء يا رب العالمين. اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا ومرضى المسلمين، اللهم اشف مرضانا ومرضى المسلمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.